അടിസ്ഥാനപരമായി രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശങ്ങളും ഈ ബഡ്ജറ്റിലില്ല. ഇന്ന് രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. 2 പേരിൽ ഒരാൾ അൺഎംപ്ലോയിഡാണ്. അൺഎംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ച് ഒന്നും അത് പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശവും ഇതിൻ്റെ അകത്തില്ല. ഇതിൻ്റെ അകത്ത് കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുന്ന ഒന്നുമില്ല. കാർഷിക മേഖലയുടെ വളർച്ച ഇന്ന് കീഴ്പോട്ടാകുകയും ഇന്ന് നമ്മുടെ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം കുറയുകയും ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ ഉത്തേജിപ്പിക്കുന്ന കർഷകർക്ക് വേണ്ടിയുള്ള ഒന്നും ഇതിൽ പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2047 വികസിത ഭാരതം, സമ്പൂർണ്ണമായ വികസിത ഭാരതം എന്ന് പറയുന്നുണ്ടെങ്കിലും അതേക്കുറിച്ചുള്ളൊരു ക്ലിയറായിട്ടുള്ള ഒരു വിഷനും അതിലിവിടെ സൂചിപ്പിക്കുന്നില്ല. അതുപോലെ എംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ച് ഇത് ഗ്രാമീണ മേഖലയിലും അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, അർബൻ മേഖലയിലുമുണ്ട്. ഈ 2 മേഖലയിലുമുള്ള ഈ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട കുടുംബങ്ങളിൽ, സാധാരണ കുടുംബങ്ങളിൽ, ദരിദ്ര കുടുംബങ്ങളിൽ അവർക്ക് തൊഴിൽ നൽകിയിരുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അത് ഇല്ലായ്മ ചെയ്യുന്ന ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തു. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിലില്ല. കാരണം ഇപ്പോൾ 100% കേന്ദ്ര ഫണ്ടോടുകൂടി നടത്തുകൊണ്ടിരുന്ന ആ പദ്ധതി 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നുള്ള തീരുമാനമെടുത്തപ്പോൾ ഈ 40% എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ്. കേരളം പോലുള്ള ഏറ്റവും ചെറിയൊരു സംസ്ഥാനത്ത് പോലും 2500-3000 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തിക്കൊണ്ടിരിക്കണം. അതിൽ 100 രൂപ പോലും കണ്ടെത്താൻ ശേഷിയില്ലാത്ത സംസ്ഥാന ഗവൺമെൻറ് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ പദ്ധതി നിലയ്ക്കാണ് വരാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ 40% കണ്ടെത്താൻ കേരളത്തിന് കഴിയുന്നില്ല. അപ്പോൾ ഈ രംഗത്ത് കൂടുതൽ കൂലി വർധനവും കൂടുതൽ തൊഴിലവസരങ്ങളും ഉണ്ടാക്കേണ്ടതിന് പകരം പൊതുവായി കിട്ടിയിരുന്ന ഈ അവസരങ്ങൾ പോലും ഇല്ലെന്നാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ വികസിത ഭാരതം എന്ന് പറയുന്നത് കർഷകരുടെ കാർഷിക മേഖലയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് മാത്രമേ വികസിത ഭാരതം നടക്കൂ. അപ്പോൾ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നു. പക്ഷേ കാർഷിക കടങ്ങൾ 1 ഉറുപ്പിക പോലും എഴുതിത്തള്ളിയില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്നത് 9,90,000 കോടി ഉറുപ്പിക സമ്പന്നന്മാരുടെ കിട്ടാക്കടം എഴുതിത്തള്ളി, വൻകിട കമ്പനികളുടെ, കോർപ്പറേറ്റുകളുടെ, സമ്പന്നന്മാരുടെ കടം എഴുതിത്തള്ളിയപ്പോൾ ഒരു 100 ഉറുപ്പിക പാവപ്പെട്ട കൃഷിക്കാരൻ്റെ കടം എഴുതിത്തള്ളുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു മനോഭാവവും കാണിച്ചില്ല എന്നുള്ളത് ഈ ബഡ്ജറ്റിൻ്റെ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ഏറ്റവും വലിയ ചൂണ്ടുപലകയാണ്. അതുപോലെ MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്, കാർഷിക മേഖലയിൽ നമ്മൾ എങ്ങനെയാണ് കൃഷിക്കാരെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്നത്? ഏതെങ്കിലും ഒരു കാർഷികോൽപ്പന്നത്തിൻ്റെ വില തകർച്ച ഉണ്ടാകുമ്പോൾ അതിന് കൊടുക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസാണ്. അതുകൊണ്ട് അവരെ മാർക്കറ്റിൽ പിടിച്ചു നിർത്താൻ, കൃഷിയിൽ പിടിച്ചു നിർത്താൻ കൊടുക്കുന്ന MSPയെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇതിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ സംസ്ഥാനങ്ങളുടെ കടം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഈ GST വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വരുമാനം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിനും അത് സംസ്ഥാനത്തിന് വരുമാനം കണ്ടെത്താനുള്ള സ്രോതസ്സ് പരിമിതമാകുകയും ചെയ്തു. അപ്പോൾ ഈ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട സാമ്പത്തികമായ പ്രൊട്ടക്ഷൻ അത് ഇന്നും നൽകാത്ത തരത്തിലാണ് ഈ ബഡ്ജറ്റിൻ്റെ ഓരോ നടപടിക്രമവും മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ സംസ്ഥാനം കണ്ടെത്തേണ്ട പരിമിതമായ സോഴ്സിനുള്ളിലേക്കാണ് ഈ കേന്ദ്രം 100% നൽകിയിരുന്ന ഫണ്ട് വിഹിതത്തിൻ്റെ 40% സംസ്ഥാനം കൂടി വഹിക്കണമെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തിക സ്രോതസ്സിനെ ഞെക്കിക്കൊല്ലുന്നു. സംസ്ഥാനങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാതെ വരുന്നു. ഈ വരുന്ന ഹ്യൂജായിട്ടുള്ള ഇൻകം അത് മുഴുവൻ രാജ്യത്തെ 1% വരുന്ന വൻകിട സമ്പന്നർക്കും കോർപ്പറേറ്റുകൾക്കും അതുപോലെ 10-20% വരുന്ന അപ്പർ മിഡിൽ ക്ലാസ്സിനും വേണ്ടി ഈ രാജ്യത്തിൻ്റെ പണത്തിൻ്റെ സ്രോതസ്സുകൾ മുഴുവൻ വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ള ഏറ്റവും നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. കേരളത്തെ സംബന്ധിച്ചൊന്നുമില്ല.
കേരളത്തെ സംബന്ധിച്ച് കിട്ടുമെന്ന് 100% നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന എയിംസ് കേരളത്തിനില്ല. മലയോര മേഖലയിലൂടെ കടന്നു പോകുന്ന പിന്നെ ശബരി റെയിൽപാത, ആ റെയിൽപാത അങ്കമാലി ടു എരുമേലിയിൽ നിന്ന് റാന്നി, പത്തനംതിട്ട, കോന്നി, പത്രാപുരം വഴി അതൊരു മലയോര റെയിൽവേ ആയിട്ട് മാറുമെന്നും അതിലൂടെ കേരളത്തിലെ 3ാമത്തെ റെയിൽപാതയായിട്ട് മാറുമെന്നും കേരളത്തിൽ വരുന്ന തീർത്ഥാടകർക്ക് മാത്രമല്ല മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ശബരി റെയിൽപാതയ്ക്ക് ഉള്ള ഒന്നും ഇതിൽ കടന്നു വന്നിട്ടില്ല. അപ്പോൾ ഇത് എടുത്തു നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് കുറേ ആകർഷകമായ മുദ്രാവാക്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.